നിന്റെ മാതാപിതാക്കളുടെ തൃപ്തി വേണമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തി കൂടാതെ നീ ഏത് മലഞ്ചെരുവിൽ പോയി സൂഫിയായി ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും ശരി, അള്ളാഹു നിന്റെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല അവരുടെ തൃപ്തിയില്ലാതെ എന്ന് പരിശുദ്ധമായ ഇസ്ലാം വരച്ചു കാട്ടുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു മാതാവിനെയും പിതാവിനെയും ഓർക്കാൻ ഒരു വിശുദ്ധമായ ദിനം മുസ്ലിം സമൂഹത്തിന് ആവശ്യമില്ല. കാരണം അത് അവന്റെ വിശ്വാസവുമായി അത്രത്തോളം ബന്ധപ്പെട്ടതാണ്. വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണേ എന്നാണ് പറയുന്നത്. വല്ലാത്തൊരു സാഹിത്യമാണ്. പരുന്ത് തന്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ ആ തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിനുള്ളിൽ ഒളിപ്പിക്കുന്നത് പോലെ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ രക്ഷാകവചങ്ങളിൽ മറച്ചു വെക്കണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം ഈ വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ നമ്മോട് പറയുന്നത്. ആ ചിറക് തന്നെ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, സംയമനത്തിന്റെ, സ്നേഹത്തിന്റെ തലോടനായിരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. മാത്രമല്ല, ഒരു മാതാവിനോടും പിതാവിനോടും നിങ്ങൾ സദാസമയം ദുആ ചെയ്യണേ, പ്രാർത്ഥിക്കണേ എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അള്ളാഹു രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി സത്യവിശ്വാസികളോട് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നിട്ടോ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞ് പറഞ്ഞത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ് അവസാനിച്ചിട്ടില്ല, അതിന്റെ അപ്പുറം പറഞ്ഞു വച്ചത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ, സ്നേഹത്തോടെ സംയമനത്തോടെ അവരെ ചേർത്ത് നിർത്തണേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അവർ എത്ര നമ്മെ ഉപദ്രവിച്ചാലും ശരി, ഒരിക്കൽ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരാതി വരികയാണ്. എന്താണ് പരാതി? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് എന്റെ സമ്പത്ത് ഞാൻ അറിയാതെ ഇങ്ങനെ എടുക്കണം. എന്റെ സമ്പത്ത് എന്റെ ഉപ്പ ഞാൻ അറിയാതെ ഇങ്ങനെ ഓരോ സമയത്തും പോയി ഇങ്ങനെ എടുക്കുകയാണ്. അതിന് ഞാൻ പരാതി പറയാൻ വന്നതാണ്. ആ സമയത്ത് ആരംഭമായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ സ്വഹാബികൾക്ക് മുന്നിൽ ഈ സ്വഹാബിയുടെ പരാതിക്ക് മറുപടിയായി പറഞ്ഞത്, മാലുക വമാലു അബീക വലകുമ, നിന്റെ ഉപ്പാന്റെ സമ്പത്താണെങ്കിലും അത് നിന്റെ സമ്പത്താണെങ്കിലും അത് രണ്ടുപേർക്കും ഉള്ളതാണ്. ആ രണ്ടുപേർക്കും തുല്യമാണ്. നിന്റെ പിതാവ് അത് എടുത്താലും നീ ആ പിതാവിനെ വിട്ടുവീഴ്ച ചെയ്യണേ എന്നാണ് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാണ് അവർ നമ്മോട് എങ്ങനെ പ്രയാസത്തിൽ അല്ലെങ്കിൽ ഘോരമായി പ്രശോഭിതമായി നമ്മോട് പ്രസഹനം നടത്തിയാലും ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫി, ഒരു ഛേ എന്ന വാക്ക് പോലും പറയരുത് എന്നാണ്. ഛേ എന്ന വാക്ക് പോലും ഒരു പിതാവ്, അവർ പ്രധാനമായും അവരുടെ വാർദ്ധക്യത്തിന്റെ സമയത്തെത്തുമ്പോൾ ഒരു പക്ഷേ അവർക്ക് പിച്ചുമ്പയും ഒക്കെ പറയുന്ന ഒരു സമയം വരാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവർ വല്ല കാര്യവും പറയുകയാണെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫി, ഉഫ്ഫി ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ അവരോട് പറയരുത്. വലാ തൻഹറുഹുമാ, അവർ വെറുപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മളിൽ നിന്നുണ്ടാവരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നിങ്ങൾ അവരോട് മാർദ്ദവത്തോടെ നല്ല രീതിയിൽ സംസാരിക്കണേ എന്ന്
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ഓർമ്മയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഇന്ന് ഈ മാതാവിനെ ഓർക്കുന്ന ഈ സമയത്ത് ഒരു 2 ആഴ്ച മുമ്പാണ് ജബൽപൂർ ബർഗ് ഡാമിൽ അവിടെ 9 പേർ ഒരു കുടുംബം സഞ്ചരിച്ച ഒരു ബോട്ട് അപകടത്തിൽപ്പെടുകയും ആ 9 പേർ മരിക്കുകയും ചെയ്തപ്പോ, പക്ഷേ അവിടെയൊക്കെ ഒരു ശ്രദ്ധയാകർഷിച്ച ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കേവലം ഒരു മാതാവ് ഒരു ലൈഫ് ജാക്കറ്റിനുള്ളിൽ ഒരു പിഞ്ചോ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കരക്കടിഞ്ഞ ഒരു വളരെ ദയനീയമായ സംഭവം, വേദനാജനകമായ സംഭവം. ആ മാതാവിന് രക്ഷപ്പെടാമായിരുന്നു. ലൈഫ് ജാക്കറ്റിന്റെ എല്ലാവിധ പ്രൊസീഡറുമുള്ള ആ മാതാവിന് അവിടെ രക്ഷപ്പെടാൻ എല്ലാവിധ സാഹചര്യം ഉണ്ടായിട്ടും 6 മാസം 7 മാസം തോന്നിക്കുന്ന ആ ബാലനെ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, ലൈഫ് ജാക്കറ്റിനുള്ളിൽ ചേർത്ത് പിടിച്ച് അങ്ങനെ കരക്കടിഞ്ഞ ഏതൊരു വിശ്വ മാധ്യമങ്ങളെയും വളരെ വേദനിപ്പിക്കുന്ന, കണ്ണിരണിയിക്കുന്ന ചിത്രം. അതാണ് ONV കുറുമ്പ് പറഞ്ഞത്, അമ്മ എന്ന 2 അക്ഷരത്തിന് ഈ സാഹിത്യ ലോകമൊക്കെയും കുറിപ്പതായി. ഉമ്മ എന്ന് പറയുന്ന 2 അക്ഷരത്തിനാണ് ലോകത്തുള്ള ഏത് സാഹിത്യകാരന്മാരും അവരുടെ ഭൂരിഭാഗ സമയവും അവരുടെ പേന യോജിയിട്ടുള്ളത്. അതാണ് ഉമ്മയുടെ പ്രാധാന്യം, അമ്മയുടെ പ്രാധാന്യം. ഒരു മാതാവ്, ആ മാതാവ് ജനിച്ചത് മുതൽ അവളുടെ മരണം വരെ ഈ സമുദായത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി കത്തിയെരിയുന്ന ജീവനാണ്. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അവൾ വളർന്നു വരുമ്പോ അവരുടെ കുടുംബത്തിന്റെ അവരുടെ മാതാവിനെ സഹായിക്കാനായി, പിന്നെ ഒരു വിവാഹപ്രായമാവുമ്പോ ഭർത്താവിന്റെ കുടുംബത്തെ പരിപാലനമാണ്, ഭർത്താവിന്റെ മക്കളും അതുപോലെ ഭർത്താവ് കൊണ്ടുവരുന്ന സമ്പത്ത് അതൊക്കെ സൂക്ഷിച്ചു വെക്കലും സംരക്ഷിക്കലും അതിനെ പരിപാലിക്കലും. അങ്ങനെ തുടർന്ന് വന്ന് ഈ മാതാവ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം വരെ ആ മകനെയും അതുപോലെ ഭർത്താവിനെയും പരിപാലിച്ചിങ്ങനെ ജീവിതത്തിന്റെ അവസാനം വരെ ഒരു കത്തിയെരിയുന്ന മെഴുകുതിരിയോടാണ് പലപ്പോഴും സാഹിത്യകാരന്മാർ മാതാവിനെ ഉപമിക്കാറുള്ളത്. എന്താണ് മെഴുകുതിരി? കത്തിയെരിയും, അത് മറ്റുള്ളവർക്ക് പ്രകാശമാണ്. അത് സ്വയം കത്തിത്തീരുമ്പോഴും അത് മറ്റുള്ളവർക്ക് പ്രകാശമായി അങ്ങനെ അവസാനിക്കുന്നവരാണ്. അതുകൊണ്ട് നല്ല നിലയിൽ അനുവർത്തിക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കേണ്ടത്. അവരെ ചേർത്ത് പിടിച്ച ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും അവരുടെ വാർദ്ധക്യത്തിന്റെ ഘട്ടങ്ങളിലാണ്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാളുടെ അടുക്കൽ 2 മാതാപിതാക്കൾ ഉണ്ട്. 2 മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മനുഷ്യന് സ്വർഗം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ മുഖം കുത്തി വീഴട്ടെ എന്നാണ് പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ ഈ മനുഷ്യന് സ്വർഗം നേടാനുള്ള ഇടം അവന്റെ വീട്ടിനുള്ളിൽ തന്നെയുണ്ട്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം എത്ര മനോഹരമായാണ് പറഞ്ഞത്. മുഖത്തേക്ക് മുഖം നോക്കല് പോലും കൂലിയുള്ള കാര്യമാണ് പരിശുദ്ധ മാതാവിന്റെ. അങ്ങനെയാണ് ഇസ്ലാം കണ്ടത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരാൾ ആ മനുഷ്യന്റെ അടുക്കൽ വാർദ്ധക്യത്തിലെത്തിയ ഉമ്മയും ഉപ്പയും ഉണ്ടായിട്ട് അയാൾക്ക് സ്വർഗം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ മുഖം കുത്തി വീണങ്ങ് മരിച്ചു പോകട്ടെ എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കേണ്ട ആ ഹദീസാണ്. ആർക്ക് പറയാനാവും, ഏത് സാഹിത്യകാരനെ സൂചിപ്പിക്കാനാവും ഇത്രയും വലിയ കോട്ടിങ്? വാർദ്ധക്യത്തിലെത്തിയ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കേണ്ടത് ഇത്രത്തോളം ബാധ്യതയാണെന്ന് വരച്ചു കാണിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊക്കെ അങ്ങോട്ടും വല്ലാത്ത കണക്ഷനാണ്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ജീവിക്കുന്നതിന് എന്നതിലുപരി നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ തൃപ്തി ഉണ്ടെങ്കിൽ ആ തൃപ്തിയാണ് അല്ലാഹുവിന്റെ തൃപ്തി എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തളർന്ന വശനായ മനുഷ്യൻ മക്കയുടെ പരിസരത്ത് കഅബ തവാഫ് ചെയ്തിങ്ങനെ അവസാനം തവാഫ് പൂർണ്ണമായി ഉമ്മയോട് ഒരു പുഞ്ചിരിയോടെ ചോദിക്കുകയാണ്, അല്ല മാതാവേ, ഞാൻ
നിങ്ങളെ ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിലും നിങ്ങളെ തോളിലേറ്റി ഈ പൊള്ളുന്ന മണലാരണ്യത്തിൽ നിങ്ങളെ ചുമലിലേക്ക് ഈ ചൂടം സഹിച്ച് നിങ്ങളെ തവാഫ് പൂർത്തീകരിച്ച് ഇതാ ഉംറ കർമ്മം പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു സ്നേഹ തുല്യനായ ഒരു മകനായില്ലേ എന്ന് ചോദിക്കുമ്പോ ഈ സംഭവം കേട്ട മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഉണ്ട്, ആ ഉമ്മ സഹിച്ച പേറ്റുനോവിന്റെ പല അംശങ്ങളിൽ 1000 അംശങ്ങളിൽ ഒരു അംശത്തിന്റെ കഷ്ണത്തിന് പോലും നീ ഇപ്പോൾ ചെയ്ത ബാധ്യത തുല്യമായിട്ടില്ല എന്ന് മഹാനായ ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതാണ് മാതാവിന്റെ ആ ജീവിതത്തിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ വലിയ അർത്ഥവത്തായ പാഠമാണ്. ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലും അസന്നിഗ്ധ ഘട്ടങ്ങളിലും അവരെ ചേർത്ത് പിടിക്കണമെന്ന് പലപ്പോഴും ഇതും ഒരു പുതുതലമുറയെ നമ്മൾ പലപ്പോഴും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ 1-2 ജുമാ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചത്, കുടുംബങ്ങൾക്കിടയിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. കാരണം ഇന്ന് പലപ്പോഴും നമ്മുടെ മക്കൾ ഇത് ഇന്ന ഉപ്പാന്റെ ഇന്ന ബന്ധമാണ്, ഉമ്മാന്റെ ഇന്ന ബന്ധത്തിലുള്ള വ്യക്തിയാണ് എന്ന് പോലും ഒരു പക്ഷേ നമ്മുടെ പിഞ്ചോമനകളെ നമ്മുടെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചാൽ അറിയാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ വെക്കേഷൻ സമയത്തൊക്കെ നമ്മുടെ ബന്ധങ്ങൾ അത് വളരെ സൂക്ഷ്മമായി നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒന്നുമല്ല, ഇന്ന് വെറും സോഷ്യൽ മീഡിയ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബന്ധം മാത്രം, ആർക്കും മുഖാന്തരം ബന്ധമില്ലാതെ ഫേസ് ടു ഫേസ് കണക്ഷൻ ഇല്ലാത്ത കാലഘട്ടമാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ പഴമക്കാർ നിലനിർത്തിപ്പോകുന്ന ബന്ധങ്ങളെ നമ്മൾ പുനരുജ്ജീവിപ്പിക്കേണ്ടത്. അവിടെ നമുക്ക് ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മയെ പഠിപ്പിച്ചു കൊടുക്കുക എന്നതിനപ്പുറം ആ ഉമ്മ മരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഉപ്പ മരിച്ചാൽ ആ ഉമ്മയുടെയും ഉപ്പയുടെയും സഹോദരന്മാർ കൂട്ടുകാർ വരുമ്പോൾ പോലും അവരെ എങ്ങനെയാണോ പിതാവിനെ നീ ബഹുമാനിച്ചത്, ഉമ്മയെ എങ്ങനെയാണ് ബഹുമാനിച്ചത്, അതുപോലെ അവരോടും ബഹുമാനം കാണിക്കണേ എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്. ഉപ്പ 6 അടി മണ്ണിലായിരിക്കാം, ഉമ്മ 6 അടി മണ്ണിലായിരിക്കാം, പക്ഷേ ഉമ്മയുടെയും ഉപ്പയുടെയും കൂട്ടുകാരികൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ ഉപ്പയോട് നമ്മൾ എങ്ങനെയാണോ സ്നേഹത്തോടെ പെരുമാറിയത്, വാത്സല്യത്തോടെ പെരുമാറിയത്, അതുപോലെ അവരോട് പെരുമാറണേ എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അർത്ഥവത്തായ പാഠം ഇതാണ്. ഇതേത് കാലഘട്ടത്തിലും പ്രായോഗികമാണ്. നോക്കൂ, ഒരു കഥ പറയുന്നത്, ഒരു ധനികനായ ഉപ്പ, ആ ഉപ്പ തന്റെ പിതാവിനെയും കൂട്ടി തന്റെ ഭാര്യയെയും അതുപോലെ മകനെയും കൂട്ടി ഒരു കാറിൽ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി ആക്കി തിരിച്ചു വരുമ്പോൾ, അങ്ങനെ ഈ ഉപ്പയെ വൃദ്ധസദനത്തിലാക്കി തിരിച്ചു വന്ന് ഗേറ്റ് അടക്കുമ്പോ ഈ 1 വയസ്സുള്ള അല്ലെങ്കിൽ ഈ ചെറിയ പിഞ്ചുബാലൻ ഉപ്പയോട് ചോദിക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു രസകരമായ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ഈ പിതാവിനോട് ഈ കൊച്ചു ബാലൻ ചോദിക്കുകയാണ്, അല്ലയോ പിതാവേ, താങ്കളും ഈ പ്രായത്തിലെത്തുമ്പോ, നമ്മുടെ വെല്ലിപ്പയുടെ പ്രായത്തിലെത്തുമ്പോ അങ്ങയെയും ഈ സ്ഥലത്താണോ കൊണ്ടുവന്ന് ചേർക്കേണ്ടത് എന്ന് ഈ 8ഉം 8ഉം തിരിയാത്ത ബാലൻ ഈ പിതാവിനോട് ചോദിക്കുന്ന വളരെ ഒരു അർത്ഥവത്തായ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പാഠമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എങ്ങനെയാണോ പിതാവിനോടും മാതാവിനോടും ഇടപെടുന്നത്, അതുപോലെയായിരിക്കും നമ്മുടെ മക്കളും നമ്മോടും ഇടപെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളോട് സ്നേഹം കാണിച്ച് അവരോടുള്ള പെരുമാറ്റം നന്നാക്കി അത് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് ആ മക്കളെ പരിശീലിപ്പിക്കും. നമ്മൾ എങ്ങനെയാണോ ആ അതുപോലെയാണ് നമ്മുടെ മക്കളും വളർന്നു വരിക എന്നുള്ളതാണ്. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണം.